മലയാളത്തിലെ മാപ്പറകൾക്കായി ഒരു തീം സോങ് ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ തീം സോങ് ഒരു മലയാള സിനിമയിലെ ഒരു പ്രശസ്തമായ ഹിറ്റ് ഗാനത്തിൻ്റെ പാരഡിയാണ്. അതിൻ്റെ ആദ്യ വരികൾ ഞങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഗാനം, ഈ പാരഡി ഗാനം പൂർണ്ണമായിട്ട് കേൾക്കാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പാട്ട് മുഴുവൻ കാണാം. 1986 ഇറങ്ങിയ ഒരു ഹിറ്റ് സിനിമയുണ്ട്, രാഗ്കുയിലിൻ രാഗസദസ്സിൽ. ആ സിനിമയിലെ അതിഹിറ്റായ ഒരു ഗാനമുണ്ട്, എപ്പോഴും മലയാളിയുടെ നാവിൻ തുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു പാട്ട്. ആ പാട്ട് എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് KJ യേശുദാസ്. ആ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും 2 ലൈൻ ഇതാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്ന ഭാര്യ. ദിസ് ഈസ് ഒറിജിനൽ. ഇനി പാരഡി 2 ലൈൻ വായിക്കാം, അല്ല പാടാം. പൂമുഖവാതിൽക്കൽ പൊൻകണിയായെന്നും വാർത്തകൾ എത്തിക്കും മാപ്ര, പൂമുഖവാതിൽക്കൽ പൊൻകണിയായെന്നും വാർത്തകൾ എത്തിക്കും മാപ്ര, പത്രത്തിൽ കൂടിയും ചാനലിൽ കൂടിയും കള്ളം വിളമ്പുന്ന മാപ്ര, പത്രത്തിൽ കൂടിയും ചാനലിൽ കൂടിയും കള്ളം വിളമ്പുന്ന മാപ്ര. ഇതാണ് തീം സോങ്, പാരഡി തീം സോങ് മാപ്രകൾക്ക് സമർപ്പിക്കുന്നു. ഇത് ഇപ്പോൾ വന്നതിന് പിന്നിൽ വേറൊരെണ്ണമുണ്ട്. മലയാള മനോരമ വളരെ വിശദമായിട്ട് നടത്തിയ വായനക്കാരുടെ സർവേയിൽ ഏറ്റവും വോട്ടുകൾ നേടി, ലക്ഷക്കണക്കിന് മനോരമ വായനക്കാർ വോട്ട് ചെയ്ത് പിന്നെ ദ വേർഡ് ഓഫ് 2023 2023 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് മാപ്ര എന്ന വാക്കാണ്. അതിൽ മനോരമ അങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തു. അതിന് പിൻപറ്റിയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ തീം സോങ് വന്നിരിക്കുന്നത്, മാപ്രകൾക്ക് വേണ്ടി ഒരു സോങ്. അപ്പം മാപ്ര ഇനി ഇവിടെ എങ്ങനെ തുടരാൻ പോവുകയാണ്. അപ്പം മാപ്രയ്ക്ക് എതിരെയാണോ ഈ പാട്ടെന്ന് നമുക്കൊന്ന് കരുതാം. പക്ഷെ മാപ്രകൾക്ക് പ്രശസ്തി കൂടുതൽ കിട്ടുന്ന പാട്ടുമാണ്. അത് മുഴുവൻ കേട്ടു നോക്കുക, അതിലെ ഓരോ വരികളും അത് മനോഹരമായിട്ട് ഇതിനകത്ത് പാടിയിരിക്കുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇപ്പം ഒന്ന് വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, ഇപ്പം പാരഡി തീം സോങ് വന്നു. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നുള്ളത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇനിയിപ്പം ഈ മാപ്ര വിരുദ്ധ ഒരു കൂട്ടായ്മ തന്നെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ആൻറ്റി മാപ്ര കൂട്ടായ്മ, അത് സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം മിക്കവാറും രൂപപ്പെടുക. അതായത് ഈ നുണകളും കള്ളങ്ങളും വാസ്തവവിരുദ്ധമായ വാർത്തകളും കൊടുക്കുന്ന മാപ്രകൾക്കെതിരെ ഒരു കൂട്ടായ്മ വളർന്നു വരാൻ സാധ്യതയുണ്ട്. സമാധാനപരമായിട്ട് അതിനെ ഒരു പരിഹാസത്തോടെ സമീപിക്കുകയും എന്നാൽ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ വരാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പേര് വേണേൽ കണ്ടുപിടിക്കുക, ആൻറ്റി മാപ്ര മൂവ്മെൻ്റ് എന്നോ ആൻറ്റി മാപ്ര കൂട്ടായ്മയെന്നോ. അവർക്കിടയ്ക്ക് ഒത്തുകൂടാം, ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ ഒത്തുകൂടാം. ഇടയ്ക്ക് ഓഫ്ലൈനിൽ എവിടെയെങ്കിലും സമ്മേളനങ്ങൾ നടത്താം, ചായ കുടിച്ച് പിരിയാം. അങ്ങനെ ഒരു പുതിയൊരു കൂട്ടായ്മ ഇതിൽ നിന്ന് രൂപപ്പെട്ടു വരാനുള്ള സാധ്യത ഞങ്ങൾ ലെഫ്റ്റ് റൈറ്റ് വോയിസ് കാണുന്നുണ്ട്. ഇത് ഞങ്ങൾ താരതമ്യം ചെയ്യല്ല, എന്നാലും ഈ UPA 2 ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് 2014 പുറത്താക്കിയിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് BJP ഗവൺമെൻറ് വരുന്നതിന് സാഹചര്യമൊരുക്കിയത് നമുക്കറിയാം. ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റാണ്. ഡൽഹിയിൽ അരങ്ങേറിയ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ്. അണ്ണാ ഹസാരെയും ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അന്നത്തെ താരമായിരുന്ന കിരൺ ബേദിയും ഒക്കെ തുടങ്ങി വെച്ച ആ ഒരു വലിയ പീപ്പിൾസ് മൂവ്മെൻറ്റ് അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെ, തലസ്ഥാന നഗരത്തെ നിശ്ചലമാക്കിയ സമര പരമ്പര രാജ്ഘട്ടിലെ. അവിടെ അന്നത്തെ UPA 2 ഗവൺമെൻറ് മുട്ടുമടക്കി ലോക്പാൽ ബില്ല് കൊണ്ടുവരേണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് പോയി. അതായിരുന്നു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ.
അത് കേജ്രിവാൾ അതിൽ നിന്ന് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ഒക്കെ ചരിത്രം നമുക്കറിയാം. ഇവിടെ അതുമായിട്ട് താരതമ്യം ചെയ്യില്ല. ഇവിടെ ഈ സത്യാനന്തര കാലത്ത്, പോസ്റ്റ് ട്രൂത്തിൻ്റെ ഈ കാലത്ത് നുണകൾ മാത്രം പടച്ചുവിടുന്ന മാധ്യമ പ്രവർത്തനം, ചാനലായാലും പത്രമായാലും ചില ഓൺലൈനുകളായാലും, അതിനെതിരെ വളരെ വൈകാരികം മാത്രമല്ല വളരെ ജാഗ്രതയോടെ വളരെ സൂക്ഷ്മതയോടെ ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഉയർന്നു വരും എന്നുള്ളത് നമ്മൾ കാണുക. ഇപ്പോൾ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് വഴി അണ്ണാ ഹസനെയും കേജ്രിവാളും ഒക്കെ സംഘടിച്ചിട്ട് കോൺഗ്രസ് നയിക്കുന്ന UPA ഗവൺമെൻറ്റിനെ പുറത്താക്കി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആ ഒരു സ്പേസിലേക്ക് കയറി വന്നു, BJP വന്നു എന്ന് പറഞ്ഞ പോലെ ഈ നുണകൾ പ്രചരിപ്പിച്ചിട്ട്, ഈ കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് അത് പൂമുഖത്ത് രാവിലെ കൊണ്ട് ഇല്ല പാരഡി ഇതിൽ പറയുന്നതിൽ രാവിലെ പൊൻകണിയായെന്നും വാർത്തകൾ എത്തിക്കുന്ന മാപ്ര വീടിൻ്റെ പൂമുഖത്ത് വാതിൽക്കൽ, പൂമുഖ വാതിലിൽ അല്ലെ വാതിൽക്കൽ എന്ന് പറഞ്ഞ പോലെ ഈ നുണകളെല്ലാം വിശ്വസിച്ച് ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം LDF സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാരിനെ അങ്ങ് തുടച്ചു നീക്കുമെന്നായിരിക്കാം മാപ്രകൾ വിശ്വസിക്കുന്നത്. നുണകളെ 100 വട്ടം പറഞ്ഞാൽ സത്യമായിട്ട് അവതരിപ്പിക്കാമെന്ന് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ നുണപ്രചാരണ മന്ത്രി ഗീബൽസ് പറഞ്ഞതുപോലെ ഇവിടെ നുണകളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് സത്യം എന്ന് കരുതി പോകുന്ന അവസ്ഥയിൽ, ഒരു സ്ഥലജല വിഭ്രമത്തിൽ എന്തോ ഒന്നും പിടികിട്ടാത്ത ഒരു അവസ്ഥയിൽ ജനങ്ങൾ ഈ UDF അല്ലെങ്കിൽ BJPക്കൊക്കെ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നവരാണ് നമ്മുടെ മാപ്രകളിൽ ഭൂരിപക്ഷം. അപ്പം മാപ്രകളല്ലാത്തവർക്ക്, സത്യസന്ധമായി വസ്തുനിഷ്ഠമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് ഈ കൂട്ടായ്മയിലേക്ക് വരാവുന്നതാണ്. മാപ്രകൾ വരണമെന്നില്ല. കാരണം മാപ്രകൾ എന്നും മാപ്രകൾ തന്നെയാണ്. മാപ്ര അല്ലാതായാൽ ഈ കൂട്ടായ്മയിലേക്ക് വരാവുന്നതാണ്. എന്തായാലും ഇത്തരൊരു കൂട്ടായ്മ വൈകാതെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞു, വേർഡ് ഓഫ് ദി ഇയർ 2ാം ഘട്ടമായി, തീം സോങ് വന്നു കഴിഞ്ഞു. ഇനി ഒരു ഗ്രൂപ്പ് ചേരൽ, ഒരു ഒത്തൊരുമിക്കൽ, ഒരു കൂട്ടായ്മ മാത്രമേ ഇനിയും 3ാമത്തെ ഘട്ടമായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഓരോ ഘട്ടമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം, പ്രതീക്ഷിക്കാം.